ടൈബെക്സിൻ്റെ ടാസ്ക് സെക്ഷനിൽ പുതിയ ഒരു ഓഫർ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഓഫർ വഴി നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഓരോ മണിക്കൂറിലും 10 സെൻറ്റ് വെച്ച് നേടാൻ സാധിക്കുന്നതാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ടാസ്ക് സെക്ഷനിൽ വന്ന ശേഷം ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്യാണ്. സ്ക്രോൾ ഡൗൺ ചെയ്യാൻ നേരത്ത് നമുക്കിവിടെ ടൈബെക്സിൻ്റെ തന്നെ ഒരു ടാസ്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാം. ടൈബെക്സിൻ്റെ തന്നെയാണ് ആ ടാസ്ക്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് റെഫർ എ ഫ്രണ്ട് എന്നുള്ള അതാണ് നമുക്ക്. അപ്പോൾ 10 സെൻറ്റാണ് നിങ്ങൾക്ക് അത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത്. ഓരോ മണിക്കൂറിലും നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് ഓപ്പൺ ആക്കിയ ശേഷം ഇവിടെ സ്റ്റാർട്ട് ക്യാമ്പയിൻ എന്ന് പറയുന്ന ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാണ്. അതിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് അവർ കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ റെഫറൽ ലിങ്ക് അത് വാട്സപ്പ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഈ 2 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി ഷെയർ ചെയ്യാം. ആ ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ സെയിം വാട്സപ്പ് ടൈബെക്സിൻ്റെ ലിങ്ക് തന്നെയാണ് നിങ്ങൾക്ക് താഴെ കാണുന്നത്. അപ്പോൾ ഈ ലിങ്കാണ് നമ്മൾ വാട്സപ്പ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴി ഷെയർ ചെയ്യേണ്ടത്. അപ്പോൾ ഷെയർ ചെയ്യാൻ നേരത്ത് അതിനകത്ത് നിങ്ങൾ ഒരാൾക്ക് ഷെയർ ചെയ്യുക, ബൾക്കായിട്ട് ഒരേ ടൈമിൽ ഷെയർ ചെയ്യരുത്. ഫസ്റ്റ് ഹവറിൽ ഒരാൾക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. അയാൾ ആ ലിങ്ക് വഴി ജോയിൻ ചെയ്ത ശേഷം അയാളുടെ ഇമെയിൽ കൺഫർമേഷൻ ഉണ്ട്. ആ ഇമെയിലിൽ ഒരു ലിങ്ക് വരാത്ത അയാൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കൺഫർമേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ചെയ്യുക. അതിനുശേഷം അയാൾ കണ്ടന്റ് എന്നുള്ള ഓപ്ഷൻ അവിടെ കണ്ടന്റ് എന്നുള്ള ഓപ്ഷൻ വന്ന് ഒരു പുഷ് ക്ലിക്ക് കാണുമ്പം നമുക്ക് ആ 10 സെൻറ്റ് ക്രെഡിറ്റ് ആകുന്നതായിരിക്കും. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. പുതിയ യൂസർ, അതായത് ടൈംബെക്സ് ഇതുമായിട്ട് യൂസ് ചെയ്യാത്ത പുതിയ ആൾക്കാരിലേക്ക് ആയിരിക്കണം നിങ്ങൾ സെൻഡ് ചെയ്യേണ്ടത്. ഓൾഡിലേക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അക്കൗണ്ട് ബാനൊക്കെ ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓരോ മണിക്കൂറിലും നിങ്ങൾ ലിങ്ക് എടുത്ത് നിങ്ങൾ അറിയുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്തിട്ട് അവരോട് പറയുക ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാൻ പറയുക. ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് അവരോട് പുഷ് ക്ലിക്ക് ഒരു പുഷ് ക്ലിക്ക് ഓപ്പൺ ആക്കാൻ പറയുക. ഒരു പുഷ് ക്ലിക്ക് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് ക്രെഡിറ്റ് ആകുന്നതായിരിക്കും. പിന്നെ നമുക്ക് അതിനകത്ത് അവർ പറയുന്നുണ്ട് എന്തൊക്കെ പ്രൂഫാണ് നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന്. അതായത് നിങ്ങൾ എടുത്ത സ്ക്രീൻഷോട്ട്, അതായത് അവർക്ക് അയച്ചു കൊടുത്ത സ്ക്രീൻഷോട്ടിൻ്റെ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അവരുടെ ജിമെയിൽ ഐ ഡി, അവരുടെ പേര്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ പ്രൂഫ് നിങ്ങൾ ഇൻസ്ട്രക്ഷൻസ് വായിച്ച് നോക്കുക. അതെല്ലാം നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് 10 സെൻറ്റ് വെച്ച് കിട്ടുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എത്ര ഫ്രണ്ട്സിനെ റെഫർ ചെയ്യാൻ പറ്റുമോ അത്ര ഫ്രണ്ട്സ് നിങ്ങൾ റെഫർ ചെയ്യുക. ഒറ്റയടിക്ക് നിങ്ങൾ ഒരു ലിങ്ക് വെച്ച് 5 or 6 പേർക്ക് ഒരുമിച്ച് സെൻഡ് ചെയ്യരുത്. അങ്ങനെ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരാളുടെ മാത്രമേ കിട്ടുള്ളൂ. അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഓരോ മണിക്കൂറിൽ. അതുകൊണ്ട് നിങ്ങൾ ആദ്യത്തെ മണിക്കൂർ ഒരാൾക്ക് സെൻഡ് ചെയ്യുക. അവർ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മണിക്കൂർ അവർ ജോയിൻ ചെയ്തതിന് ശേഷം അടുത്ത മണിക്കൂർ വീണ്ടും നെക്സ്റ്റ് ആൾക്ക് സെൻഡ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ സെൻഡ് ചെയ്യാവുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് 10 സെൻറ്റ് വെച്ച് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ ടാസ്ക് നിങ്ങൾ എപ്പോഴും നോക്കുക. ടാസ്കിൽ ഒരുപാട് പുതിയ ടാസ്കുകൾ വരുന്നുണ്ട്. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും അവരുടെ പേജ് ഫോളോ അപ്പ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ടാസ്കുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ടാസ്കിലും കയറി നോക്കുക. ടാസ്ക് ചെയ്തുകൊണ്ട് നമുക്ക് ടോപ്പ് ഏണേഴ്സ് ലിസ്റ്റ് ഒരിക്കലും വരികയില്ല. ടോപ്പ് ഏണേഴ്സ് ലിസ്റ്റിൽ ആഡ് ആകുന്നത് സർവേയുടെ പോയിന്റും ഓഫർ വാങ്ങിൻ്റെ പോയിന്റും മാത്രമാണ്. ടാസ്കിൻ്റെ പോയിന്റ് ടോപ്പ് ഏണേഴ്സ് ലിസ്റ്റിൽ ആഡ് ആകത്തില്ല. അത് നേരത്തെ ആഡ് ആകുമായിരുന്നു. അത് അവർ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നു.